ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 16ാമത്തെ അധ്യായമാണ്. മൗലിക അവകാശങ്ങളും മൗലിക കടമകളും എന്ന അധ്യായമാണ്. മൗലിക അവകാശങ്ങളും മൗലിക കടമകളും. പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്, നമ്മൾക്ക് രാജ്യം തരുന്ന ഒരുപാട് അവകാശങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ രാജ്യത്തോട് പ്രവർത്തിക്കേണ്ട ഒരുപാട് കടമകളും ഉണ്ട്. അതാണ് ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് അവകാശങ്ങളും കടമകളും എന്നുള്ളതാണ്. അത് എത്രമാത്രം അതിന്റെ അർത്ഥവത്തായ അതിന്റെ പ്രാധാന്യങ്ങള് എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അവകാശങ്ങളും കടമകളും, അതായത് ആളുകളുടെ പരസ്പര പ്രവർത്തനങ്ങളിലെ നിയമങ്ങളാണ് അവകാശങ്ങൾ. ആളുകളുടെ പരസ്പര പ്രവർത്തനങ്ങളിലെ നിയമങ്ങളാണ് അവകാശം എന്ന് പറയുന്നത്. ഒരാളുടെ വളർച്ചക്കോ അല്ലെങ്കിൽ പുരോഗതിക്കോ ഒഴിച്ചുകൂടാനാവാത്ത ഒരു അത്യാവശ്യ കാര്യമാണ് നമ്മൾക്ക് പറയാൻ പറ്റുന്നത് നമ്മളെ അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഒഴിച്ചുകൂടാനാവാത്ത കാര്യങ്ങൾ, അത് സാമൂഹ്യമായിട്ടോ രാഷ്ട്രീയമായിട്ടോ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് അവകാശങ്ങൾ എന്താണ് എന്നാണ് പറയുന്നത്, ഒരാളുടെ വളർച്ചക്കോ പുരോഗതിക്കോ ഒഴിച്ചുകൂടാനാവാത്ത കാര്യങ്ങളായി പറയുന്നതാണ്. അത് സാമൂഹ്യമായിട്ടോ രാഷ്ട്രീയമായിട്ടോ അംഗീകരിച്ചിട്ടുള്ള ഒരാളുടെ അർഹമായ അധികാരത്തെയാണ് അവകാശം എന്ന് നിർവചിക്കുന്നത്. അത് നിയമപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ധർമ്മ നീതിപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ തത്വങ്ങളായിട്ടാണ് പറയുന്നത്. അതിന്റെ തത്വങ്ങളെയാണ് നമ്മൾ അവകാശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പ്രമാണങ്ങളായിട്ടും സാമൂഹ്യ വ്യവസ്ഥയുടെയും സംസ്കാര വ്യാപ്തിയുടെയും ഒക്കെ തൂണുകളായിട്ടൊക്കെ ഈ അവകാശങ്ങളെ കണക്കാക്കുന്നുണ്ട്. അതായത് നമുക്ക് അത്യാവശ്യമായി അത് കിട്ടിയിരിക്കണം എന്നുള്ളതാണ്. നമ്മൾക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്, എന്നെല്ലാം ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള അവകാശങ്ങളുണ്ട്. അത് രാജ്യം നമുക്ക് ഓരോ പൗരനും തരുന്നതാണ്. ഒരാൾ നിർവഹിക്കേണ്ടതോ അല്ലെങ്കിൽ നിർവഹിച്ചിരിക്കേണ്ടതോ ആയിട്ട് നിർബന്ധമായും നിർവചിക്കേണ്ടതോ ആയിട്ടുള്ളതാണ് നമ്മൾ കടമ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ രാജ്യത്തോട് ചെയ്യേണ്ടതാണ് നമ്മളുടെ കടമ. മൗലിക അവകാശങ്ങൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, മൗലിക കടമകൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ അതിൽ പറയുന്നത് മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്. രണ്ടും നമ്മൾ വേറെ വേറെ പറയുന്നുണ്ട്. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്. അതായത് വ്യക്തികളുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അവകാശങ്ങൾ അത്യാവശ്യമാണ്. വ്യക്തികളുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അവകാശങ്ങൾ അത്യാവശ്യമാണ്. ഈ അവകാശങ്ങളെ രാഷ്ട്രം അംഗീകരിച്ച് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവയാണ്. ഇവയെ മൗലിക അവകാശങ്ങൾ എന്നാണ് വിളിക്കുന്നത്. രാഷ്ട്രം ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഓരോ പൗരനും കൊടുത്തിട്ടുള്ള അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും രണ്ട് മൗലിക അവകാശങ്ങളായിട്ടാണ് പറയുന്നത്. ഒന്ന് പറയുന്നത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. അതായത് ഭരണഘടന ഉറപ്പ് നൽകുന്നത്, രാജ്യം നമുക്ക് ഉറപ്പ് നൽകുന്നതാണ് ഒന്നാമത്. രണ്ടാമത്തത് പറയുന്നത് വിചാരണ ചെയ്യാവുന്നതാണ്. അത് കോടതിക്ക് വിചാരണയിലൂടെ നമുക്ക് നേടിത്തരാൻ പറ്റുന്നതാണ്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള മൗലിക അവകാശങ്ങളാണ് നമ്മൾ ഈ അധ്യായത്തിൽ പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 3 മൗലിക അവകാശങ്ങളെ കുറിച്ച് കൂടുതലും വിസ്തരിക്കുന്നുണ്ട്. ഭാഗം 3 ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെ കുറിച്ച് കൂടുതലും പറയുന്നത്. ഇന്ത്യൻ പൗരന് ഭരണഘടന 6 പ്രധാന അവകാശങ്ങൾ നൽകുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് 6 സാർവത്രിക അവകാശങ്ങൾ നൽകുന്നുണ്ട്. സാർവത്രിക അവകാശങ്ങൾ എന്നും പറയാം, അല്ലെങ്കിൽ പ്രധാന അവകാശങ്ങൾ എന്നും പറയാം, അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ എന്നൊക്കെ നമുക്ക് അതിനെ കുറിച്ച് പറയാം. അതില് ഒന്നാമത്തതാണ് സമത്വത്തിനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം,
മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം, അതുപോലെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഇതെല്ലാം നമ്മൾക്ക് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഓരോന്നും ചർച്ച ചെയ്യാണ്. അതില് അവസാനമായിട്ട് ഒരു അവകാശം കൂടെ പറയുന്നുണ്ട്. അതായത് സ്വത്ത് നേടുന്നതിനും അത് കൈവശം വെക്കുന്നതിനുള്ള അവകാശം. ഈ ഒരു അവകാശവും കൂടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അത് മൗലിക അവകാശം അല്ലാതാക്കിയത് ഏകദേശം 1978 44-ാം ഭേദഗതിയിൽ മാറ്റങ്ങൾ വന്നപ്പോഴാണ് ആ ഒരു സ്വത്ത് നേടുന്നതിനും അത് കൈവശം വെക്കാനുള്ള ഒരു അവകാശം എന്നുള്ളത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതൊരു മൗലിക അവകാശം എന്നുള്ളതിൽ നിന്ന് വേർതിരിക്കുന്നത് 1978 ആ സമയത്താണ് ഒരു ഭേദഗതി വരുന്നുണ്ട്, 44-ാം ഭേദഗതി. ഒരു ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഭൂമി കൈവശം വെക്കാനുണ്ടായിരുന്ന അവകാശം ഒരു മൗലിക അവകാശം അല്ലാതാക്കി മാറ്റിയത്. ഇനി നമ്മൾ ഇതിൽ ഓരോന്നും ചർച്ച ചെയ്യാൻ പോവാണ്. ഫസ്റ്റത്തേതാണ് സമത്വത്തിനുള്ള അവകാശം. ആദ്യമായിട്ട് സമത്വത്തിനുള്ള അവകാശം. എന്താണ് സമത്വത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞാല്? അതായത് നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ് എന്നാണ് സമത്വത്തിനുള്ള അവകാശം എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത്. നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ ഓരോ പൗരനും തുല്യരാണ് എന്നാണ് ഈ ഒരു സമത്വത്തിനുള്ള അവകാശത്തിൽ പറയുന്നത്. അതിൽ തന്നെ നമുക്ക് കുറെ കാറ്റഗറികളായിട്ട് പറയുന്നുണ്ട്. മതവിശ്വാസത്തിന്റെ പേരിലോ അല്ലെങ്കിൽ വർഗത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ആൺ പെൺ വ്യത്യാസത്തിന്റെ പേരിലോ ഒക്കെ അല്ലെങ്കിൽ ജന്മസ്ഥലത്തിന്റെ പേരിലോ ഇതിലൊന്നും യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും കാണിക്കാൻ പാടില്ല. ഇതെല്ലാം സമത്വത്തിനുള്ള അവകാശത്തിൽ വരുന്നതാണ്. കാരണം ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും. അതിനനുസരിച്ച് ഓരോരുത്തർക്കും അവനവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള അധികാരം ഇന്ത്യൻ ഭരണഘടന നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലെ അടുത്ത പോയിന്റാണ് പൊതു തൊഴിൽ കാര്യങ്ങളിൽ എല്ലാ പൗരന്മാർക്കും തുല്യ അവസരം കൊടുക്കുക. അതായത് തൊഴിലിന് പ്രത്യേക യോഗ്യത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ യോഗ്യതയും അർഹതയൊക്കെ ഉള്ളവർക്ക് മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു വിവേചനം കാണിക്കാൻ പാടില്ല. സ്ത്രീകളാണെന്നോ പുരുഷന്മാരാണെന്നോ എന്നുള്ള വിവേചനങ്ങളൊന്നും പാടില്ല. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും മതസ്ഥരാണോ എന്നുള്ളത് നോക്കാൻ പാടില്ല. ആ ജോലിക്ക് പറഞ്ഞിട്ടുള്ള അർഹമായിട്ടുള്ള യോഗ്യതകൾ എന്തൊക്കെയാണോ ആ യോഗ്യതകൾ നേടി വരുന്നത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ആ ജോലി അവർക്ക് അർഹതപ്പെട്ടതാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ പട്ടികജാതി, പട്ടികവർഗം, മറ്റു പിന്നോക്ക വിഭാഗക്കാരെ എന്നീ തൊഴിലവസരങ്ങളും പ്രത്യേക വകുപ്പുകളിലുണ്ട്. ചില കാറ്റഗറികളിൽ ചില പോസ്റ്റുകൾക്കൊക്കെ നമ്മൾ കാണാറുണ്ട് പ്രത്യേകിച്ച് പട്ടികജാതി, പട്ടികവർഗം അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗം അല്ലെങ്കിൽ OBC ഇങ്ങനെയൊക്കെ വരുന്ന പ്രത്യേകിച്ച് കാറ്റഗറികളുണ്ട്. ആ കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് മാത്രമേ യോഗ്യതയുള്ളൂ. അങ്ങനത്തെ അവസരങ്ങളിൽ അല്ലാത്ത സമയങ്ങളിലൊക്കെ എല്ലാവരെയും പരിഗണിക്കണം എന്നാണ് പറയുന്നത്. അടുത്തതാണ് തൊട്ടുകൂടായ്മ ഉപച്ഛേദനം. ഏത് തരത്തിലുള്ള തൊട്ടുകൂടായ്മ സമ്പ്രദായവും നിയമപരമായി ശിക്ഷാർഹമാണ് എന്നുള്ളതാണ്. അതായത് തൊഴിലിന്റെ അടിസ്ഥാനത്തിലൊക്കെ താഴ്ന്ന ജാതിക്കാർക്ക് കൊടുക്കാതിരിക്കുക, ഉയർന്ന ജാതിക്കാർക്ക് മാത്രമായിട്ട് ചില ജോലികളെ മാറ്റിവെക്കുക, അങ്ങനെ ഉള്ള ഒരു സംവിധാനം ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നില്ല. അടുത്തതാണ് പദവികളുടെ ഉപച്ഛേദനം. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരോട് കൂറ് പുലർത്തിയിരുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഉയർന്ന പദവികളൊക്കെ കൊടുത്തിരുന്നു. സർ എന്നുള്ള പദവി അല്ലെങ്കിൽ നൈറ്റ്ഹുഡ് എന്നാണ് ഈ സർ എന്നുള്ളത് കൊണ്ട് അവർ ഉദ്ദേശിച്ചിരുന്നത്. അവര് ഒരു ഉയർന്ന വിഭാഗമാണ് അല്ലെങ്കിൽ ഒരു ഉയർന്ന ആളുകളാണ് എന്നുള്ള തരത്തില് ബ്രിട്ടീഷുകാരോട് കൂറ് പുലർത്തിയിരുന്നവർക്ക് സർ പദവികള് അല്ലെങ്കിൽ റായ് എന്ന് പറയുന്ന പദവി അല്ലാന്നുണ്ടെങ്കിൽ ബഹദൂർ എന്ന് പറയുന്ന പദവി ഇതൊക്കെ കൊടുത്തിരുന്നു. ഇതൊക്കെ ആ കാലഘട്ടങ്ങളിൽ കൊടുത്തിരുന്നതാണ്. അതൊക്കെ പിന്നീട് ഇന്ത്യൻ ഭരണഘടനയിൽ ഒഴിവാക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത്.
അതെല്ലാം റദ്ദാക്കിക്കൊണ്ട് ഈ വിവേചനങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ സൈനികവും അസൈനികവുമായിട്ടുള്ള ഒരുപാട് അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. അത് നമ്മള് റിപ്പബ്ലിക് ഡേക്കും സ്വാതന്ത്ര്യ ദിനങ്ങളിലൊക്കെ പ്രസിഡന്റ് അത് നൽകാറുണ്ട്. അസൈനിക അവാർഡുകൾ എന്ന് പറഞ്ഞാൽ ഭാരതരത്ന അവാർഡ്, പത്മവിഭൂഷൺ അവാർഡുകള്, പത്മഭൂഷൺ അവാർഡുകള്, പത്മശ്രീ അവാർഡുകള്, ഇങ്ങനെയുള്ള അവാർഡുകളൊക്കെ നൽകുന്നുണ്ട്. അതൊന്നും പദവിയായിട്ടല്ല കാണുന്നത്, അതൊക്കെ ഓരോരുത്തരും നേടിയെടുക്കുന്നതാണ് അവരുടെ കഴിവിനനുസരിച്ച്. അതുപോലെ സൈനിക അവാർഡുകളുമുണ്ട്. വീരചക്ര അവാർഡ്, പരമവീര ചക്ര അവാർഡുകൾ, അശോക ചക്ര അവാർഡുകള്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ സൈന്യത്തിൽ കൊടുക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ നേടിയെടുക്കാം എന്നുള്ളതല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു പദവി കൊടുക്കുന്ന സമ്പ്രദായം ഇന്ത്യയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നമുക്ക് പേരിൽ നിന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എന്താണ് ഈ അവകാശം എന്നുള്ളത്. സ്വതന്ത്രരാവുക എന്നുള്ളതാണ്. അതായത് ഭരണഘടനയില് 19 മുതൽ 22 വരെയുള്ള വകുപ്പുകളിലാണ് ഈ അവകാശങ്ങളെ കുറിച്ച് പ്രത്യേകം പ്രസ്താവിച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഈ സ്വാതന്ത്ര്യത്തിന് 4 വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അതായത് ഒന്നാമത് പറയുന്നത് 6 സ്വാതന്ത്ര്യങ്ങളാണ്. ഭരണഘടനയുടെ 19-ാം വകുപ്പില് 6 തരത്തിലുള്ള സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ സ്വാതന്ത്ര്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. അതുപോലെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം. നമുക്ക് എന്തിനോടും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. രണ്ടാമതായിട്ട് പറയുന്നത് സമാധാനപരമായി ആയുധങ്ങളില്ലാതെ ഒരുമിച്ച് ചേരാനുള്ള സ്വാതന്ത്ര്യം. സമാധാനപരമായി ആയുധങ്ങളൊന്നുമില്ലാതെ ഒരുമിച്ച് ചേരാനുള്ള സ്വാതന്ത്ര്യം. മൂന്നാമതായിട്ട് പറയുന്നത് സംഘടനകളും യൂണിയനുകളും രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നതാണ്. ഒരുപാട് യൂണിയനുകളുണ്ട്, ഒരുപാട് സംഘടനകളുണ്ട്, ഇങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെയൊക്കെ സമാധാനപരമായിട്ടുള്ള ഗ്രൂപ്പിസങ്ങളൊക്കെ സംഘങ്ങളൊക്കെ ചേരാനുള്ള അധികാരം നമുക്ക് ഉണ്ട്. അടുത്തതാണ് ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ എല്ലാവരും പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും പോകുന്നവരാണ്. അതൊക്കെ നമുക്ക് എവിടെയും യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ്. അടുത്തതാണ് ഇന്ത്യയിൽ എവിടെയും താമസിക്കാനും ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം. നമ്മൾ പല ആളുകളും പല നാടുകളിൽ പോയി ജോലി ചെയ്യുന്നുണ്ട്, അവിടെ നമ്മൾ താമസിക്കുന്നുണ്ട്, നമ്മൾ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെയുള്ള അവകാശം നമുക്ക് നമ്മുടെ ഭരണഘടന തന്നെ അനുവാദം തന്നിട്ടുള്ളതാണ്. അടുത്തതാണ് ഏത് തൊഴിൽ ചെയ്യുവാനോ അതുപോലെ അല്ലെങ്കിൽ ഏത് ജീവനോപായം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഏത് തരത്തിലുള്ള തൊഴിൽ വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം. അത് എവിടെ പോയിട്ട് നമുക്ക് ചെയ്യാനുള്ള അധികാരം ഉണ്ട്. പിന്നെ നമ്മള് പറയുന്നത് ദ്രോഹോപകരമായിട്ടുള്ള കുറ്റം ചുമത്തി ശിക്ഷ വിധിക്കുന്നതിൽ നിന്നുള്ള സംരക്ഷണം. നമുക്ക് നമ്മളെ ദ്രോഹപരമായിട്ടുള്ള എന്തെങ്കിലും കുറ്റങ്ങള് ചുമത്തിക്കൊണ്ട് ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് സംരക്ഷണം നേടാൻ ഭരണഘടന അംഗീകാരം തരുന്നുണ്ട്. അത് 20-ാം വകുപ്പിലാണ് പറയുന്നത്. 20-ാം വകുപ്പില് പറയുന്നുണ്ട് ഭരണഘടനയുടെ. അതുപോലെ ജീവിക്കാനും വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം, അത് 21-ാം വകുപ്പിലാണ് പറയുന്നത്. പിന്നെ അന്യായങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വെക്കുന്നതിൽ നിന്നുള്ള സംരക്ഷണം നമുക്ക് നേടാം. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. എന്താണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. മൂന്നാമതായിട്ട് പറയുന്നത് ചൂഷണത്തിനെതിരായ അവകാശം. ചൂഷണത്തിനെതിരായ അവകാശം. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് സംരക്ഷണം നേടുക എന്നുള്ളതാണ് ഭരണഘടന അംഗീകരിക്കുന്നത്. ചൂഷണത്തിൽ നിന്ന് സംരക്ഷണം ഉറപ്പാക്കുന്ന വകുപ്പുകളാണ് 23, 24 വകുപ്പുകളിലാണ് അത് പറയുന്നത്. നമുക്ക് ഏതൊക്കെ തരത്തിലാണ് ചൂഷണം നേരിടുന്നത്, ആ ചൂഷണത്തിനെതിരായിട്ട് നമുക്ക് കോടതിയിൽ സമീപിക്കാനുള്ള അധികാരമുണ്ട്. അതായത് മനുഷ്യനെ ക്രയവിക്രയം നടത്തുന്നതിനും നിർബന്ധിത തൊഴിൽ ചെയ്യിക്കുന്നതിനും നിയമം മൂലമുള്ള നിരോധനം ഏർപ്പെടുത്തിയത്.
മനുഷ്യന്മാർക്ക് ഇഷ്ടമുള്ള ജോലികൾ ചെയ്യാം. ആർക്കും ആരെയും നിർബന്ധിച്ച് ഒരു ജോലിയിലേക്ക് പ്രവേശിപ്പിക്കാനോ അത് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അത് കഷ്ടപ്പെടുന്ന ഒരു ജോലിയാണെങ്കിൽ അത് നിർബന്ധപൂർവം ചെയ്യിപ്പിക്കാനുള്ള അധികാരം ആർക്കും ഇല്ല എന്നുള്ളതാണ്. അടുത്തത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ തൊഴിൽ ശാലയിലും മറ്റും ജോലി ചെയ്യിക്കുന്നതിന് നിരോധനം. നമ്മൾ ബാലവേല എന്നൊക്കെയാണ് ഇന്ന് അതിന് പറയുന്നത്. ചെറിയ കുട്ടികളെ കൊണ്ട് നമ്മൾ വലിയ ഭാരിച്ച ജോലികൾ ചെയ്യിപ്പിക്കുക, വലിയ ഖനികളിലൊക്കെ ജോലി ചെയ്യിപ്പിക്കുക, ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്യിപ്പിക്കുക, ഇങ്ങനെ ഒരു സമ്പ്രദായമൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറ്റം വരാൻ വേണ്ടിയാണ് ഭരണഘടനയിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കൊണ്ട് തൊഴിൽ ചെയ്യിക്കുന്നത് ഇല്ലാതാക്കാൻ ഭരണഘടന പൂർണ്ണമായും സംരക്ഷിച്ചിരുന്നു. അതായത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ മാത്രമാണ് അവർ അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുകയും അങ്ങനെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും കൂടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അത് നമ്മൾ അടുത്തത് പറയും. അടുത്തതാണ് മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നുണ്ട്, എല്ലാ പൗരന്മാർക്കും അവരുടെ മതവിശ്വാസത്തിനും ഭക്തിക്കും ആരാധനക്കും സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നുണ്ട് എന്നുള്ളത്. മതവിശ്വാസം ഓരോരുത്തർക്കും തിരഞ്ഞെടുക്കാം. അവരവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് അത് അനുഷ്ഠിക്കാനും അതുപോലെ അത് അംഗീകരിക്കുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ഏത് മതക്കാരാണോ ആ മതത്തിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം, അതിലേക്ക് നമുക്ക് ആളുകളെ സ്വാഗതം ചെയ്യാം, അതിന്റെ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പൊ ഏത് മതത്തിലും നമുക്ക് വിശ്വസിക്കാം എന്നുള്ളതാണ്. മതപരമായ കാര്യങ്ങൾ നടത്താനുള്ള അവകാശം നമുക്കുണ്ട്. പ്രത്യേക മതവിശ്വാസത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി നികുതി അടക്കാനോ അല്ലെങ്കിൽ അടക്കാതിരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. ചില തരത്തിലുള്ള എന്തെങ്കിലും പിരിവുകൾ നടത്താറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടന വഴി എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതുപോലെ നമ്മളുടെ ഏത് മതത്തിൽപ്പെട്ടവരാണോ ആ മതത്തിൽപ്പെടുന്ന ആളുകളുടെ ഇപ്പൊ പള്ളികളിലാണെങ്കിലോ അമ്പലങ്ങളിലാണെങ്കിലോ ചർച്ചുകൾക്കൊക്കെ നമുക്ക് പണം കൊടുക്കാം, കൊടുക്കാതിരിക്കാം, അതിനു വേണ്ടി പ്രവർത്തിക്കാം, പ്രവർത്തിക്കാതിരിക്കാം, അതിനൊക്കെയുള്ള അവകാശം നമുക്കുണ്ട്. അതൊക്കെ നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളുമാണ്. അതിനൊന്നും ആർക്കും ആരെയും നിർബന്ധപൂർവം ചെയ്യിക്കാൻ സാധ്യമല്ല എന്നുള്ളത്. പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ മതപരമായ മത പഠനങ്ങളിലോ മത ചടങ്ങുകളിലോ ഒക്കെ നമുക്ക് സാന്നിധ്യം പങ്കെടുപ്പിക്കാം. നമുക്ക് അത് എത്രമാത്രം പങ്കെടുക്കാം, പങ്കെടുക്കാതിരിക്കാം, അതൊക്കെ നമ്മളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ് എന്നുള്ളത്. അടുത്തത് പറയുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഭരണഘടനയുടെ 29, 30 വകുപ്പുകളിലാണ് ഇത്തരം അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. 29, 30 വകുപ്പുകളിൽ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യ സംരക്ഷണം ഇതില് ഉറപ്പുവരുത്തുന്നുണ്ട്. അതായത് പ്രത്യേക ഭാഷ സംസാരിക്കുന്നവര്, പ്രത്യേക ലിപി എഴുതുന്നവര്, അതുപോലെ പ്രത്യേക സംസ്കാരമുള്ളവര്, അവരെ ഒരു ന്യൂനപക്ഷമായിട്ട് നിലകൊള്ളും. ഇപ്പോ നമുക്ക് അത് കാണാൻ സാധിക്കുന്നത് ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ ന്യൂനപക്ഷങ്ങൾ കൂടുതലായിട്ട് ഉണ്ട്. ചെറിയ ഒരു വിഭാഗമായിരിക്കും ന്യൂനപക്ഷം എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള താല്പര്യങ്ങൾക്കനുസരിച്ച് മുന്നേറാൻ സാധിക്കും എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന അവർക്കത് ഉറപ്പ് നൽകുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുവാനും അത് നടത്തിക്കൊണ്ടുപോകാനും ന്യൂനപക്ഷങ്ങൾക്ക് അവകാശം ഉണ്ട് എന്നുള്ളതാണ്. അവർക്ക് അവരുടെ നാട്ടിലെ അല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ മതപരമായിട്ടോ സാമൂഹികമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ അവർക്ക് സ്ഥാപനങ്ങൾ തുടങ്ങാം, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ അവർക്ക് പ്രചരിപ്പിക്കാം. അതും കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാനുള്ള അധികാരം ഭരണഘടന അവർക്ക് നൽകുന്നുണ്ട്. അടുത്തത് പറയുന്നത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം.
അത് പറയുന്നത് 32-ാം വകുപ്പിലാണ്. 32-ാം വകുപ്പിലാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം പറയുന്നത്. ഏതെങ്കിലും അവകാശങ്ങൾ ലംഘിച്ചാൽ കോടതികളിലൂടെ അത് വീണ്ടെടുക്കാം, അല്ലെങ്കിൽ അതിന് നീതി ലഭിക്കും എന്നുള്ളതാണ്. ഏതെങ്കിലും അവകാശങ്ങൾ ഒരാൾ ലംഘിച്ചു കഴിഞ്ഞാൽ കോടതിയിൽ പോയി നമുക്കതിന്റെ നീതി ലഭിക്കും എന്നുള്ളതാണ്. അതാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തിന് എതിരായിട്ടാണ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നടന്നിട്ടുള്ളത് എങ്കിൽ അത് നമ്മൾ കോടതി മുഖേന ചെന്ന് കഴിഞ്ഞാല് നമ്മൾക്കതില് കോടതിയിൽ നമുക്ക് പോകാനുള്ള അവകാശമുണ്ട്. കോടതിയിലൂടെ നമുക്കത് നേടിയെടുക്കാനുള്ള അവകാശവും ഉണ്ട് എന്നുള്ളതാണ്. അടുത്തതാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്, അതായത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 2002 ഭരണഘടനയുടെ 86-ാം ഭേദഗതി വരുന്നത്. അതില് മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ പുതിയ ഒരെണ്ണം കൂട്ടിച്ചേർത്തു. 21A വകുപ്പിലാണ് ഇത് കൂട്ടിച്ചേർത്തത്. അതായത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമായിരുന്നു. ആ കാലഘട്ടങ്ങളിലാണ് പിന്നീട് വിദ്യാഭ്യാസത്തിന് കൂടുതലും പ്രാധാന്യം വന്നു തുടങ്ങിയത്. എല്ലാ 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നിർബന്ധമാക്കുകയാണ്. അത് അവകാശമായിട്ട് വന്നത് ഏകദേശം 2002 തന്നെ വന്നിട്ടുണ്ട്. അത് ഇന്ത്യൻ പാർലമെന്റ് ബില്ല് പാസ്സാക്കുന്നത് 2009 ഏകദേശം ഒരു 7 വർഷത്തിന് ശേഷമാണ് അത് ബില്ലായി പാസ്സാവുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ അത് ബില്ല് പാസ്സാക്കുന്നത് 2009 ഇങ്ങനെ ഒരു ഭരണഘടനാ ഭേദഗതി വന്നിട്ടുള്ളത് 2002 അത് നിലവിൽ വന്നപ്പോഴേക്ക് ഒരുപാട് കാലം കഴിഞ്ഞു. പക്ഷെ അതിനുശേഷം പിന്നീട് 6 വയസ്സിനും 14 വയസ്സിനുമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നേടാൻ തുടങ്ങി എന്നുള്ളതാണ്. അതിന് അവരുടെ രക്ഷിതാക്കൾക്കും കൂടെ പങ്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് മനുഷ്യ അവകാശങ്ങൾ. മനുഷ്യ അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ മൗലിക അവകാശങ്ങളാണ് മനുഷ്യ അവകാശങ്ങളായി മാറുന്നത്. അതായത് പൗരന്റെ വളർച്ചയ്ക്ക് ആവശ്യമായതാണ് മൗലിക അവകാശങ്ങൾ. ഒരു പൗരന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളതാണ് മൗലിക അവകാശങ്ങൾ. 1948 മനുഷ്യ അവകാശങ്ങളെ സാർവദേശീയ മനുഷ്യാവകാശമായി പ്രഖ്യാപിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയാണ്. 1948 മനുഷ്യ അവകാശങ്ങള് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് ഐക്യരാഷ്ട്ര സംഘടനയാണ്. ഐക്യരാഷ്ട്ര സംഘടനയാണ് 1948 ദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ നടത്തിയത് എന്ന്. മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് കേട്ടോ. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് പറയുന്നത്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യ അവകാശങ്ങൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. അതായത് നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമത്വരാണ് അല്ലെങ്കിൽ സമന്വരാണ് എന്ന് പറയാം. വിവേചനത്തിൽ നിന്ന് ഉള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളിൽ നിന്ന് നമുക്ക് വിട്ടുനിൽക്കാം. ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ഒരു മനുഷ്യന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അയാൾക്ക് കിട്ടിയേ തീരും. പിന്നെ സ്വത്ത് രക്ഷക്കുള്ള സ്വാതന്ത്ര്യം, സ്വത്ത് കൈവശം വെക്കാനും അത് വിൽക്കാനോ അത് വിൽക്കാതിരിക്കാനോ ഒക്കെയുള്ള അവകാശം, നല്ല സ്വത്ത് സംരക്ഷിക്കാനുള്ള അവകാശം ഒരു വ്യക്തിക്കുണ്ട്. അതൊന്നും മൗലിക അവകാശമല്ല. നമ്മൾ കഴിഞ്ഞ കുറച്ച് മുന്നേ പറഞ്ഞു, സ്വത്ത് കൈവശം വെക്കാനും അത് വിൽക്കാനും അത് കൈകാര്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷെ അത് മൗലിക അവകാശങ്ങളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ അത് മൗലിക അവകാശമായിരുന്നു. പിന്നീട് അത് മൗലിക അവകാശങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് ഒരു മനുഷ്യ അവകാശമായിട്ടാണ് നമ്മൾ കാണുന്നത്. അടുത്തത്
സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള അവകാശം. സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം. പിന്നെ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാല് നമുക്ക് എവിടെയും രാജ്യത്തിന്റെ ഏത് ഭാഗത്തും എവിടെയും എങ്ങനെയും ആരെ കൂടെ നമുക്ക് യാത്ര ചെയ്യാനുള്ള അധികാരം ഉണ്ട് എന്നുള്ളതാണ്. അടുത്തത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. നമുക്കറിയാം, നമുക്ക് എവിടെ പോയിട്ടും വിദ്യാഭ്യാസം നേടാം. ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസവും നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതാണ്. വിവാഹിതരാകാനും കുടുംബമായി ജീവിക്കാനുമുള്ള അവകാശം. വിവാഹിതരാകാനും കുടുംബമായി ജീവിക്കാനുമുള്ള അവകാശം. അടുത്തത് ചിന്തിക്കാനുള്ള അവകാശം. ചിന്തിക്കാനുള്ള അവകാശം. അടുത്തത് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള വിശ്വാസത്തിലുള്ള അവകാശം. സ്വന്തം ഇഷ്ടപ്രകാരമുള്ള വിശ്വാസത്തിലുള്ള അവകാശം. സമാധാനപരമായി സംഘടിക്കാനുള്ള അവകാശം. സമാധാനപരമായി സംഘടിക്കാനുള്ള അവകാശം. ഇതെല്ലാം ഒരു മനുഷ്യ അവകാശങ്ങളായിട്ടാണ് പറയുന്നത്. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതാണ് മനുഷ്യ അവകാശങ്ങൾ. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്ത മനുഷ്യ അവകാശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ എന്നറിയപ്പെടുന്നത്. നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങൾ അതായത് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതാണ് മനുഷ്യ അവകാശങ്ങളെ അതിന് നിർദ്ദേശക തത്വങ്ങൾ എന്നാണ് പറയുന്നത്. 1993 ഇന്ത്യൻ ഗവൺമെന്റ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചു. 1993 ഇന്ത്യൻ ഗവൺമെന്റ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചു. ഇന്ത്യയിലെ പൗരന്മാർക്ക് മനുഷ്യാവകാശങ്ങൾ ലഭ്യമാക്കാനായിരുന്നു അത്. ഇന്ത്യയിലെ പൗരന്മാർക്ക് മനുഷ്യാവകാശങ്ങൾ ലഭ്യമാക്കാനായിരുന്നു ഈ ഒരു ദേശീയ കമ്മീഷൻ രൂപീകരിച്ചത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്. അതായത് മനുഷ്യർക്ക് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്നറിയാനും അത് എത്രമാത്രം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയും കൂടിയായിരുന്നു ഇത്തരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് രൂപീകരിച്ചത്. ഇന്ത്യ ഗവൺമെന്റ് ആയിരുന്നു അത് രൂപീകരിച്ചത് 1993 അടുത്തത് നമ്മൾ പറയുന്നത് മൗലിക കടമകൾ. മൗലിക കടമകൾ എന്തെല്ലാമാണ് മൗലിക കടമകൾ? നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് കടമ എന്നുള്ളത്. അതായത് രാജ്യത്തോട് ജനങ്ങൾ, അതായത് ഓരോ പൗരനും ചെയ്യേണ്ട കാര്യങ്ങളാണ് മൗലിക കടമകളായി പറയുന്നത്. മനുഷ്യര് രാജ്യത്തോട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. 1950 ഭരണഘടനയുടെ കരട് പട്ടികയിൽ പൗരന്മാരുടെ ചുമതലകളെ പറ്റി പറഞ്ഞിരുന്നില്ല. 1950 ഭരണഘടനയുടെ ചുരുക്കപ്പട്ടികയിൽ അല്ലെങ്കിൽ കരട് പട്ടികയിൽ പൗരന്മാരുടെ ചുമതലയെ പറ്റി പറഞ്ഞിരുന്നില്ല. പിന്നീട് 1972 42ാം ഭേദഗതിയിലാണ് മൗലിക കടമകൾ വരുന്നത്. ഭരണഘടനയുടെ ഭാഗം 4 വകുപ്പ് 5A ഉൾപ്പെടുത്തിയത്. 1972 42ാം ഭേദഗതിയിൽ മൗലിക കടമകള് ഭരണഘടനയുടെ ഭാഗം 4 വകുപ്പ് 5A ഉൾപ്പെടുത്തി. അത്രയും കാലം ഈ കടമകളെ കുറിച്ച്, മൗലിക കടമകളെ കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അത്രയും കാലം എന്തുകൊണ്ടാണ് പറയാതിരുന്നത് എന്ന് വെച്ചാൽ അത് ജനങ്ങൾ തീർച്ചയായും രാജ്യത്തോട് അനുസരിക്കും, രാജ്യത്തോട് ചെയ്യും എന്നുള്ളതായിരുന്നു ഗവൺമെന്റിന്റെയും ഭരണഘടനാ നിർമ്മാതാക്കളുടെയും ഒരു
തീരുമാനം, അല്ലെങ്കിൽ അവരങ്ങനെയാണ് മനസ്സിലാക്കിയത്. പക്ഷെ പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് അത് പ്രത്യേകിച്ച് എടുത്തു പറയാത്തത് കാരണം ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാവാതിരിക്കുകയും ജനങ്ങൾ രാജ്യത്തോട് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഗവൺമെന്റും ഭരണഘടനാ നിർമ്മാതാക്കളും മനസ്സിലാക്കി. അങ്ങനെയാണ് 1972 42ാം ഭേദഗതിയില് മൗലിക കടമകള് ഭരണഘടനയുടെ ഭാഗം 4 വകുപ്പ് 5A ഉൾപ്പെടുത്തുന്നത്. മൗലിക അവകാശങ്ങളെ കോടതികളുടെ വിചാരണയിലൂടെ സംരക്ഷിക്കാവുന്നതാണ്. മൗലിക അവകാശങ്ങളെ കോടതിയുടെ വിചാരണയിലൂടെ സംരക്ഷിക്കാവുന്നതാണ്. എന്നാൽ മൗലിക കടമകള് കോടതിയുടെ വിചാരണയിലൂടെ കണ്ടെത്താൻ അല്ലെങ്കിൽ അത് സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പറയാം, മൗലിക അവകാശങ്ങള് കോടതി മുഖേന നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അത് സംരക്ഷിക്കാൻ സാധിക്കും. എന്നാൽ മൗലിക കടമകള് കോടതിയിലൂടെ വിചാരണ ചെയ്ത് നമുക്ക് സാധ്യമാക്കാൻ ഒരിക്കലും കഴിയില്ല എന്നാണ് പറയുന്നത്. പൗരന്മാര് കടമകൾ നിർവഹിക്കാതിരിക്കുന്നത് ശിക്ഷാർഹമാണ് എന്നാണ്. പൗരന്മാർ കടമകൾ നിർവഹിക്കാതിരിക്കുന്നത് ശിക്ഷാർഹമാണ്. ഭരണഘടനയിൽ രേഖപ്പെടുത്തിയ ഒരുപാട് കടമകളുണ്ട്. 10 കടമകളെ കുറിച്ച് പറയുന്നുണ്ട്. ഭരണഘടനയില് 10 കടമകൾ പറയുന്നുണ്ട്. നമ്മൾ അനുസരിക്കേണ്ടതായിട്ടുള്ള, ജനങ്ങള് പൂർണ്ണമായും രാജ്യത്തോട് അനുസരിക്കേണ്ട 10 കടമകൾ പറയുന്നുണ്ട്. അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് പറയുന്നത് ഭരണഘടന അനുസരിക്കുക. ഭരണഘടനയെ അനുസരിക്കുക. ഭരണഘടനയുടെ ആശയങ്ങളും അതിന്റെ സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക. ആദ്യത്തെ കാര്യമാണത് കേട്ടോ. 10 ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊന്നാമത്താണ് ഭരണഘടനയെ അനുസരിക്കുക. ഭരണഘടനയുടെ ആശയങ്ങളും അതിന്റെ സ്ഥാപനങ്ങളെയും അനുസരിക്കുക. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദേശീയ സമരത്തിന് പ്രചോദനം നൽകി മഹത്തായ തത്വങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക. എന്നൊരു പറയാം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദേശീയ സമരത്തിന് പ്രചോദനം നൽകി മഹത്തായ തത്വങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക. അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദേശീയ സമരങ്ങൾ നമ്മൾ നടത്തുക, അതിനുവേണ്ടി എല്ലാ പ്രോത്സാഹനങ്ങളും നടത്തുക, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ പിന്തുടരുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പറയുന്നത് ഇന്ത്യയുടെ പരമാധികാരവും ഐക്യതയും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുക. ഇന്ത്യ ഒരു പരമാധികാര രാജ്യമാണെന്ന് നമുക്കറിയാം. ഐക്യത, ഐക്യം നമ്മൾ തന്നെ കാത്തു സൂക്ഷിക്കണം. ഹിന്ദുക്കളെന്നോ മുസ്ലിങ്ങളെന്നോ മറ്റു ജാതിക്കാരെന്നോ മറ്റു വിഭാഗങ്ങളെന്നോ പട്ടികവർഗം പട്ടികജാതി ഇങ്ങനെ വിഭാഗങ്ങളെന്നോ ജാതിപരമായിട്ടോ ഒന്നും നമ്മൾക്കിടയിൽ ഉണ്ടാവാൻ പാടില്ല. വി ആർ ഇന്ത്യൻസ്, നമ്മൾ ഇന്ത്യക്കാരാണ് എന്നുള്ള ആ ഒരൊറ്റ ഐക്യദാർഢ്യത്തോടു കൂടി, അല്ലെങ്കിൽ ആ ഒരു ഐക്യത്തോടു കൂടിയാണ് നമ്മൾ മുന്നേറേണ്ടത്. അതാണ് ഐക്യതയും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്നത്. അടുത്തതാണ് രാജ്യത്തെ കാത്തുസൂക്ഷിക്കുക. ദേശീയ സേവനം ആവശ്യമുള്ളപ്പോൾ ആ സേവനം അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. രാജ്യത്തെ കാത്തുസൂക്ഷിക്കുക. ദേശീയ സേവനം ആവശ്യപ്പെടുമ്പോൾ സേവനങ്ങൾ അനുഷ്ഠിക്കുക. എപ്പോഴാണോ നമുക്ക് ആവശ്യം വരുന്നത് നമ്മൾ അറിയാൻ കഴിയില്ല. രാജ്യത്തിന് പുറമെ നിന്നുള്ള അക്രമങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് രാജ്യത്തെ കാത്തു സൂക്ഷിക്കാൻ നമ്മളെ സൈന്യങ്ങളുണ്ട്. അതുപോലെ ദേശീയ സേവനങ്ങൾ ചിലപ്പോൾ വേണ്ടി വരും. അപ്പൊ നമ്മൾക്ക് സുനാമി വരുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രളയം വരുന്ന സമയത്തൊക്കെ നമുക്ക്
എല്ലാ തരത്തിലും നമ്മൾ ഡൗൺ ആയിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും എല്ലാ പ്രദേശങ്ങളും. അപ്പോൾ ഒരു ദേശീയ ഐക്യം നമുക്കവിടെ ഉണ്ടായിക്കൊണ്ട് നമുക്കവിടെ ദേശീയ സേവനമാണ് ചെയ്യേണ്ടത്. ഏതെല്ലാം തരത്തിലാണോ നമ്മൾക്ക് രാജ്യത്തെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള സേവനങ്ങൾ ചെയ്യാൻ കഴിയുന്നത് ആ തരത്തിലൊക്കെ നമ്മൾ സേവനങ്ങൾ ചെയ്യേണ്ടതാണ് എന്നാണ്. അടുത്തതാണ് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഇടയിൽ സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യവും മനോഭാവവും ഊർജിതപ്പെടുത്തുക. അതായത് സ്ത്രീകളുടെ പദവികളൊക്കെ ഉയർത്തി കാണിക്കുക. സ്ത്രീകളെ ഒരിക്കലും താഴ്ത്തി കെട്ടാതെ അവരുടെ പദവികൾ ഉയർത്താനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഇടയിലുള്ള സൗഹാർദ്ദം എന്ന് പറഞ്ഞു, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്, ഇന്ത്യക്കാരാണ് എന്നുള്ള ഒരു ഫീലിൽ വേണം നമ്മൾ പൊതുവായിട്ടുള്ള നമ്മുടെ സാഹോദര്യ മനോഭാവവും അതുപോലെ നമ്മളുടെ സ്ത്രീകളുടെ പദവിയൊക്കെ ഉയർത്തി കാണിക്കാൻ. അവർക്ക് സ്ത്രീകളെ നമ്മൾ ഒരിക്കലും സമൂഹത്തിൽ താഴ്ത്തി കാണാത്ത രീതിയിലായിരിക്കണം അവരെ സമൂഹത്തിൽ നിന്നും ഉയർത്തി കാണിക്കുന്ന രീതിയിലായിരിക്കണം. അപ്പൊ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും എവിടെയും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ആറാമതായിട്ട് പറയുന്നത് നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിന്റെ ശ്രേഷ്ഠത ഉയർത്തിക്കാട്ടി ആ പാരമ്പര്യം നമ്മൾ സംരക്ഷിക്കുക. നമ്മള് ഇന്ത്യ ഒരു വൈജാത്യ സംസ്കാരങ്ങളുടെ നാടാണ് എന്ന് പറയാറുണ്ട്. എല്ലാ വിഭാഗം ആളുകളും ഇവിടെയുണ്ട്, എല്ലാ മതസ്ഥരുമുണ്ട്. ഓരോ സംസ്ഥാനങ്ങൾക്കും നമ്മൾക്ക് വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറുകളാണുള്ളത്. നമുക്ക് വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. ഇതെല്ലാം നമ്മൾ കൂട്ടിയിണക്കിക്കൊണ്ട് വി ആർ ഇന്ത്യൻസ് എന്ന ഒരു ഫീലോട് കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തെ നമ്മൾ അതിന്റെ ശ്രേഷ്ഠത ഉയർത്തിക്കാട്ടുകയും അതിന്റെ മഹത്തമായ പാരമ്പര്യം സംരക്ഷിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഓരോ സംസ്കാരങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ പ്രദേശക്കാർക്കും ഓരോ മതസ്ഥർക്കും ഓരോ വിഭാഗം ആളുകൾക്കും അവരുടേതായ ഒരു കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം, അവരുടേതായ പുരോഗതികൾ ഉണ്ടാവാം. അതിലൂടെ തന്നെ മറ്റുള്ളവരെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ കാണിക്കുന്നത്. അടുത്തതാണ് പ്രകൃതിദത്തമായ പരിസ്ഥിതിയിൽ ഉൾപ്പെട്ട വനം, തടാകങ്ങള്, നദികള്, വന്യജീവികള് ഇവയെ സംരക്ഷിക്കുകയും അതിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുക. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് കാടുകളിലൊന്നും നമുക്ക് പല സമയങ്ങളിൽ പ്രവേശനം തരാറില്ല. കാരണം അവിടെ വന്നിട്ട് ആളുകള് അത്തരത്തിലുള്ള വന്യമൃഗങ്ങളെയും അതുപോലെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശനം തരാതിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ സംരക്ഷിക്കേണ്ട ചുമതല നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലുള്ള ഓരോ പൗരന്റെയും കടമയാണ് എന്നുള്ളതാണ്. ഇപ്പോ വനങ്ങളാണെങ്കിലും തടാകങ്ങളെ, നദികളെ, വന്യജീവികളെ സംരക്ഷിക്കുക, ഇതിന്റെയൊക്കെ അഭിവൃദ്ധി നമ്മുടെ രാജ്യത്തിന് ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും അതിലൂടെ ഒരു അഭിമാനമാണ് ഉണ്ടാവേണ്ടത്. ആ ഒരു അഭിമാനത്തോടു കൂടി വേണം നമ്മൾ പ്രവർത്തിക്കാൻ എന്നുള്ളതാണ്. അടുത്തതായി പറയുന്നത് ശാസ്ത്രീയ മനോഭാവവും അന്വേഷണത്തിനുള്ള ആവേശവും പരിഷ്കാരങ്ങളും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ശാസ്ത്രീയ മനോഭാവം നമുക്ക് ഉണ്ടാവണം. അത് പലർക്കും നമ്മൾ ഇന്ന് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഇന്ന് നമ്മൾ ചന്ദ്രനിലേക്ക് വിക്ഷേപണങ്ങൾ നടത്തുന്നുണ്ട്. സൂര്യനിലേക്ക് വരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിക്ഷേപണം നടത്തിയിട്ടുണ്ട്. അപ്പോ ശാസ്ത്രീയപരമായിട്ടൊക്കെ നമ്മൾക്ക് ഒരുപാട് മുന്നേറ്റങ്ങളും പുരോഗതികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിലുള്ള ആളുകൾ ചെയ്യുമ്പോൾ നമ്മൾക്കും കൂടെ അതിലൊരു അഭിമാനമാണ്. നമ്മൾ ഓരോരുത്തരും ഇന്ത്യക്കാരാണ്, ഇന്ത്യൻ ജനതയാണ് അത് കണ്ടെത്തിയത് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത്, പുതിയ കാര്യങ്ങൾ കണ്ടെത്തിയത് എന്നൊക്കെ അറിയുമ്പോൾ നമ്മളുടെ ഓരോ ജനതക്കും അതിന്റെ പുരോഗതി ഉണ്ടാവും. അത് സംരക്ഷിക്കേണ്ടത് ഉത്തരവാദിത്തം നമ്മൾക്കാണ്. അതിലേക്ക് പ്രോത്സാഹനം കൊടുക്കേണ്ടതും നമ്മൾ ഓരോ പൗരന്മാരുമാണ്. ഇതിലെ 9ാമത്തെ പോയിന്റ് ആണ് പൊതു സ്വത്ത് സംരക്ഷിക്കുക, അതുപോലെ അക്രമങ്ങൾ വെടിയുക. പൊതു സ്വത്തുകള്,
നമ്മളൊക്കെ നമ്മളെ സ്വന്തം സ്വത്തുകളൊക്കെ നമ്മളെല്ലാവരും സംരക്ഷിച്ചു നിർത്തും. ഗവൺമെന്റിന്റെ പൊതു സ്വത്തുകൾ ഉണ്ടാവാം, അത് നമ്മൾ സംരക്ഷിക്കാൻ പലപ്പോഴും തയ്യാറാവാറില്ല. പക്ഷെ നമ്മൾ അതുകൂടെ സംരക്ഷിക്കണം. അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെയും അതുപോലെയുള്ള അക്രമങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുക. അതിന്റെയൊക്കെ സംരക്ഷണം നമ്മുടെ ഓരോ പൗരന്റെയും ചുമതലയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ അതിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളതാണ്. അടുത്തതാണ് വ്യക്തിപരവും കൂട്ടായതുമായുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ മേഖലകളിലും താല്പര്യം കാണിക്കുക. എല്ലാത്തിലും നമ്മളുടെ ഒരു അധ്വാനശീലം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടാവണം, അതുപോലെ കൂട്ടായുള്ള പ്രവർത്തനങ്ങളിലും നമ്മൾ കൂടുതലും പങ്കെടുക്കണം. അത് രാജ്യത്തിനോടുള്ള ഒരു കൂറ് പുലർത്തലായിട്ട് കാണുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്രവർത്തികൾ ഉണ്ടാവേണ്ടത്. സൈന്യത്തിലൊക്കെ ഉള്ള ആളുകൾ കൃത്യമായിട്ട് അത് ചെയ്യുന്നുണ്ട്. കാരണം അവർ ഓരോരുത്തരും മാറി നിന്ന് കഴിഞ്ഞാൽ പുറമേ നിന്നുള്ള അക്രമങ്ങൾ ഉണ്ടാവുകയും നമ്മൾ ഓരോ ഇന്ത്യക്കാരും മരിച്ചു വീഴുന്നത് നമ്മൾ കാണേണ്ടി വരും. പക്ഷെ നമ്മുടെ ഓരോ സൈന്യം ഓരോരുത്തരും അത് കൃത്യമായിട്ട് അവരുടെ ജോലി വി ആർ ഇന്ത്യൻസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റോട് കൂടി ആ ഒരു കാഴ്ചപ്പാടോട് കൂടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇന്നും നമ്മളൊക്കെ തല ഉയർത്തി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത്. അപ്പോ ആ ഒരു താല്പര്യം അല്ലെങ്കിൽ ആ ഒരു അധ്വാനം നമ്മൾ ഓരോ വ്യക്തികളും കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഈ അധ്യായത്തിൽ പറയുന്നത്. ഇതോടുകൂടി ഈ അധ്യായം തീരുകയാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ ഈ അധ്യായം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ്. ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാവുന്നതാണ്. താങ്ക് യു.